ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പാർട്ട്ണറുടെ കറൻറ്റ് എനർജിയും നിങ്ങളുടെ കറൻറ്റ് എനർജിയും ഇപ്പോൾ എന്താണെന്നുള്ളതാണ്. ഈ റീഡിങ്ങിലെ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളുടെ പാർട്ട്ണറുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് 7 ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്. നിങ്ങളുടെ ആ ഒരു വ്യക്തി ഇപ്പോൾ എന്തോ അപകടകരമായ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ നീങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവരെന്തോ തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അവർ മറയ്ക്കുന്നതായിട്ടോ ഒളിക്കുന്നതായിട്ടോ ഇവിടെ വ്യക്തമാണ്. അതുപോലെ തന്നെ അവർക്ക് എന്തോ ചതി സംഭവിച്ചതായിട്ടോ, അല്ലെങ്കിൽ അവർ ഏതോ രീതിയിലുള്ളൊരു ചതി ഫോളോ ചെയ്തുകൊണ്ടുള്ളൊരു പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നതായിട്ടും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അവരൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട്, ഒരു ഫിനാൻഷ്യൽ ഗോളായിട്ടാണ് ഇവിടെ തോന്നുന്നത്, അവർ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ആ ഒരു ഗോൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഗോളിൽ മാത്രമാണ് അവരുടെ ഇപ്പോൾ ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇമോഷണലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റേബിളാണ്. അതായത് മാനസികമായിട്ടുള്ള രീതിയിലൊക്കെ അവർക്ക് നല്ല വെല്ലുവിളികളൊന്നും നേരിടാതെ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു പവർ അവരുടെ കയ്യിലിപ്പോൾ ഉണ്ട്. മാത്രമല്ല അവരെല്ലാ കാര്യത്തിലും ഒരു മിതത്വം കൊണ്ടുവരാനും ഒരു ബാലൻസ് കൊണ്ടുവരാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് ക്യൂൻ ഓഫ് സ്വാർഡ്സ്, 5 ഓഫ് കപ്സ്, ദ മജീഷ്യൻ. നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റായ ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു തിരിച്ചറിവ് സംഭവിച്ചതായിട്ടും, നിങ്ങളുടെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാകാം നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള തിരിച്ചറിവ് സംഭവിച്ചുകൊണ്ടും മുന്നിലേക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്നുള്ള നല്ലൊരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എവിടെയോ ഒരു നഷ്ടം സംഭവിച്ചതായിട്ടും, കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നതായിട്ടും, ഒരു സങ്കടവും ദുഃഖവും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്. പിന്നെ നിങ്ങൾ ഒരു കഴിഞ്ഞ കാലത്തിൽ ഇപ്പോഴും ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നിവിടെ വ്യക്തമാണ്. എന്തായാലും നിങ്ങളിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇച്ഛാശക്തിയെല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹൈ ലെവലിലാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഒരു പ്രായോഗിക അറിവൊക്കെ ഇപ്പോൾ നല്ല രീതിയിലുണ്ട്. ആ ഒരു അറിവ് വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് സ്ട്രോങ് ആയി തന്നെ അതിനെ ബിലീവ് ചെയ്തുകൊണ്ട് അതിലൊരു ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.